ടാഗോറിൻ്റെ ദ ആസ്ട്രോണോമർ എന്ന് പറയുന്ന പോമിൻ്റെ സമ്മറി നോക്കാം. അപ്പോൾ ഈ ഒരു പോം വരുന്നത് ഒരു കോൺവെർസേഷൻ മൂഡിലാണ്. തൻ്റെ ഒരു ബ്രദറും അതുപോലെ ഒരു കുട്ടിയും തമ്മിലൊരു കോൺവെർസേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എൽഡർ ബ്രദറിനെ ദാദ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വൈകുന്നേരം ആ കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ദദാം ട്രീ അല്ലെങ്കിൽ ഒരു പ്രോംഗ്രനറ്റ് ട്രീയുടെ ബ്രാഞ്ചസിൽ, ആ ചില്ലകളിൽ ഒരു വലിയൊരു ഫുൾ മൂൺ എന്ത് ചെയ്യുക, കുടുങ്ങി കിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മൂണിനെ ആർക്കെങ്കിലും എന്ത് ചെയ്തൂടെ, പിടിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ദാദ ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, അതാണ് നീ വളരെ സില്ലി ആയിട്ടുള്ളൊരു ബോയിയാണ്, നീ എന്താണ് വളരെ മണ്ടനാണ് നീ. പറയുന്നുണ്ട് എന്താ, ഈ ഒരു മൂൺ എന്താണ് തന്നെക്കാട്ടിയും നമ്മളെക്കാട്ടിയും വളരെ ദൂരത്താണ് അതുള്ളത്, ആർക്കും തന്നെ അതിനെ പിടിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്യാണ്, തിരിച്ചത് വാദിക്കുകയാണ്. അതെങ്ങനെ ശരിയാവും? നമ്മുടെ അമ്മ എന്ത് ചെയ്യുക, നമ്മൾ താഴെ നിന്ന് കളിക്കുമ്പോൾ അമ്മ ഏറ്റവും മുകളിൽ നിന്ന് അവിടെ വിൻഡോയിൽ കൂടെ നമ്മൾ നോക്കാറില്ലേ, നമ്മൾ നോക്കി ചിരിക്കാറില്ലേ? പക്ഷേ അമ്മ ഒരിക്കൽ നമ്മളിൽ നിന്നും വളരെ ദൂരെയല്ലല്ലോ, പിന്നെ എങ്ങനെ ഈ ഒരു മൂൺ നമ്മളിൽ നിന്നും വളരെ ദൂരെയാകും എന്നാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടി ചോദിക്കുന്നത്. ആ ഒരു കുട്ടിയുടെ പ്രായത്തിലുള്ള ഒരു ലോജിക്ക് അനുസരിച്ചാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്രദർ തിരിച്ചു പറയുന്നുണ്ട്, എന്താണ്, ആ കുട്ടി വളരെ സില്ലിയാണ് അല്ലെങ്കിൽ സ്റ്റുപ്പിഡാണ്. എന്താ, ഇത്രയും വലിയൊരു മൂണിനെ പിടിക്കാൻ മാത്രമുള്ള ഒരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വലിയൊരു നെറ്റ് എവിടെ നിന്ന് കൊണ്ടുവരും, ആര് കൊണ്ടുവരും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, അവൻ വളരെ എന്താണ്, ആ കുട്ടിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആ കുട്ടി കാണുന്നത് എന്താണോ അതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കുട്ടി വിചാരിക്കുന്നുണ്ട്, എന്താ, അതെന്ത് ചെയ്യാൻ പറ്റും, വളരെ നമ്മുടെ കൈ കൊണ്ട് തന്നെ പിടിക്കാൻ കഴിയില്ലേ, അത് നമ്മുടെ അടുത്തല്ലേ നിൽക്കുന്നത്, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഡാഡ എന്ത് ചെയ്യുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് അവനോട് വീണ്ടും പറയുന്നുണ്ട്, ആ മൂൺ എന്തുമാത്രം വലുതാണെന്ന കാര്യവും അത് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അത് എന്തുമാത്രം വീണ്ടും വലുതാകും എന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു പ്രായമല്ല. അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഡാഡ പറയുന്ന കാര്യത്തിന് റിഫ്യൂസ് ചെയ്യുന്നുണ്ട്. പകരം പറയുന്നുണ്ട്, ഡാഡയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ വളരെ നോൺസെൻസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ അമ്മ നമ്മളെ ഉമ്മ വെക്കാനായിട്ട് കുനിയുമ്പോൾ, ആ ബെൻസ് എന്ന് പറയുക കുനിയുക, നമ്മൾ കുനിയുമ്പോൾ അമ്മയുടെ മുഖം അത്രയും വലുതായിട്ടാണോ തോന്നുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ? അല്ലല്ലോ. അപ്പോൾ എന്താ, പിന്നെ എന്തുകൊണ്ടാണ് മൂണിൻ്റെ മുഖവും അത്രയും വലുതാകുന്നത് എന്ന് ഡാഡ പറയുന്നത്? അത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കുട്ടി പറയുന്നുണ്ട് അത് നോൺസെൻസ് ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഈ ത്രൂ ഔട്ടായിട്ട് ഈ പോമിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം എന്താണ്, ഡാഡ പറയുന്നതൊക്കെ എന്താണ്, സ്റ്റുപ്പിഡിറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ്, എല്ലാം എന്താണ്, മണ്ടത്തരമാണ് എന്ന രീതിയിൽ കുട്ടിയും പറയുന്നുണ്ട്. തിരിച്ച് ഡാഡയും പറയുന്നത് എന്താണ്, ഇവനൊരു സില്ലി ബോയാണ്, ഇവൻ പറഞ്ഞത് ശരിയല്ല എന്നും പറയുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇമാജിനേഷനിലാണെങ്കിൽ ഒരാൾ ലോജിക്കായിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ ഒരു കോൺട്രാസ്റ്റിങ് കാണുന്നുണ്ട്. ഒരു കുട്ടി, വളരെ കുഞ്ഞു കുട്ടിയുടെ ഒരു എന്താണ്, ആ ഒരു കുഞ്ഞു കുട്ടിയുടെ ലോകവും അതുപോലെ ഒരു അഡൾട്ടിൻ്റെ ആ ഒരു സയൻറ്റിഫിക് തിങ്കിങ്ങും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പൂമാണ്, മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ തീംസിലോട്ട് പോവുകയാണെങ്കിൽ ഇന്നസെൻസ് ഓഫ് ചൈൽഡ്ഹുഡ് വരുന്നുണ്ട്, അതുപോലെ ഇമാജിനേഷൻ വേഴ്സസ് ലോജിക്, പിന്നെ ചൈൽഡ് ലൈക്ക് പെർസ്പെക്റ്റീവ്, പിന്നെ എന്താ വരുന്നത്, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഒരു അഡൾട്ടും ഒരു ചിൽഡ്രനും തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്, പിന്നെ നേച്ചറിൻ്റെ വണ്ടറിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത്. അതിനെ ഒന്നും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താ, ഇന്നസെൻസ് ഓഫ് ചൈൽഡ്ഹുഡിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോം വളരെ നന്നായിട്ടൊരു കുട്ടിയുടെ ഒരു ക്യൂരിയോസിറ്റിയെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടി എപ്പോഴും എന്തായിരിക്കും, തൻ്റെ ചുറ്റും എപ്പോഴും അവെയർ ആയിരിക്കും, എന്തുകൊണ്ടാണ് തീയിൽ തൊട്ടാൽ ഇപ്പോൾ ചൂടെടുക്കുന്നത് അല്ലെങ്കിൽ പൊള്ളുന്നത് എന്നതുപോലെ എപ്പോഴും അവന് ക്യൂരിയോസിറ്റി കാണും. ഇമാജിനേഷനിലാണ് ആ കുട്ടി ജീവിക്കുന്നത്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടി വിചാരിക്കുന്നത് ആ ഒരു മൂണിനെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തൻ്റെ കൈക്കുള്ളിൽ പിടിച്ചെടുക്കാം എന്ന രീതിയാണ് കുട്ടി എപ്പോഴും വിചാരിക്കുന്നതും. അപ്പോൾ കുട്ടിയുടെ ഒരു മാജിക്കൽ വേൾഡിലാണ് കുട്ടി ജീവിക്കുന്നതും. ആ ഒരു ഇന്നസെൻസ് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഒരു ഇമാജിനേഷനും അതുപോലെ ആ ഒരു ബ്രദറിൻ്റെ ഒരു ലോജിക്കൽ എന്താണ് റീസൺസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരും ഒരേ കാര്യത്തിനെ തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്, പക്ഷേ അതെന്താണ്, രണ്ട് രീതിയിലാണെന്ന് മാത്രം. ഒരാൾ അതിനെ ലോജിക്കലി പറയുന്നു, മറ്റൊരാൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമാജിനേഷനായിട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്രിയേറ്റീവ് തിങ്കിങ്ങും അതുപോലെ ഒരു ആക്ച്വൽ തിങ്കിങ്. പിന്നെ ഒരു എന്താണ്, കൂടുതലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചൈൽഡ് ലൈക്ക് പെർസ്പെക്റ്റീവിലാണ് ഒരു പോം പോകുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും. അത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും കുട്ടിക്കത് മനസ്സിലാവുന്ന രീതിക്ക് മാത്രമേ കുട്ടി എന്ത് ചെയ്യത്തുള്ളൂ, അതെടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പോം നമ്മൾ വീണ്ടും റിമൈൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ, കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങളായിട്ട് നമുക്ക് തോന്നിയാൽ പോലും അതെന്താണ്, അവരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ്, അവർ വീണ്ടും വീണ്ടും അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് കുട്ടികൾ ചോദിക്കുന്നതാണ്. പക്ഷേ കുട്ടികൾക്കത് മനസ്സിലായില്ലെങ്കിൽ കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, നമ്മളെ കളിയാക്കി പറയുകയും ചെയ്യും, അത് അങ്ങനെയല്ല എന്ന രീതിക്ക്. കുട്ടിയുടെ ഉള്ളിൽ അത്രയും ഫാക്റ്റ് അല്ലെങ്കിൽ ലോജിക്ക് എന്ത് ചെയ്യത്തില്ല, സ്റ്റോർ ആവത്തില്ല. പിന്നെ എന്താണ്, ഇതൊക്കെയാണ് എന്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. മിസ്കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്, കുട്ടിയെ സില്ലി എന്നും സ്റ്റുപ്പിഡ് എന്നൊക്കെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ടുള്ള ഡാഡ വിളിക്കുന്നുണ്ട്. പകരം അവനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മകനെ, അങ്ങനെയല്ല കുട്ടി അല്ലെങ്കിൽ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ശാന്തമായിട്ടും സമാധാനത്തിലും അത്
കുട്ടിയുടെ ഇമാജിനേഷനാണ്, ആ ഒരു വയസ്സ് എന്താണ്, ആ ഒരു വയസ്സിലെ കുട്ടിയുടെ ഒരു നിഷ്കളങ്കതയാണ് എന്ന രീതിക്ക് പറയുന്നതിന് പകരം ഇവിടെ എൽഡർ ബ്രദർ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ കളിയാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ക്രിട്ടിക് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് എഴുതുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം, ഈ ഒരു പെർസ്പെക്റ്റീവിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മുടെ എക്സാമിന് എല്ലാവരും ഒരുപോലെ എഴുതുന്നാലും ബെറ്റർ എന്താണ്, വേറൊരു സ്റ്റുഡൻറ്റ് എല്ലാവരും ഒരുപോലെ എഴുതിയിട്ട് വേറൊരു കുട്ടി വേറൊരു പെർസ്പെക്റ്റീവിൽ എഴുതുമ്പോൾ അത് നോക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു ഇമ്പ്രഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫോമിനെ വേറൊരു രീതിയിലും കൂടെ തിങ്ക് ചെയ്ത് എഴുതാം. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു തീംസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ചിൽ പോവുകയാണെങ്കിൽ ഇത് ഒരുപാടൊന്നുമില്ല, എങ്കിലും പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. നമുക്കത് അറിയാമായിരിക്കും എന്താണ്, ഒരു നോൺ ഹ്യൂമൻ തിങ്സിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുമ്പോൾ എന്താണ്, സണ്ണ് സൂര്യൻ ചിരിച്ചു, സൂര്യൻ ചിരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹ്യൂമൻ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ചിരിച്ചു എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഹ്യൂമൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഒരു സെൻസാണത്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വെൻ ദ ഫുൾ മൂൺ ഗെറ്റ്സ് എൻറ്റാങ്കിൾഡ് എമംഗ് ദ ബീച്ചസ് ഓഫ് ദാറ്റ് ദദാം ട്രീ, ബ്രാഞ്ചസ് ഓഫ് ദാറ്റ് ദദാം ട്രീ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മൂണിനെ എന്താണ്, ഒരു ബ്രാഞ്ചിൻ്റെ ഇടയിൽ സ്റ്റക്കായി പോയതുപോലെ എന്താണ്, ഒരു പേഴ്സണായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുക, അവിടെ പറയുന്നുണ്ട് എന്താണ്, ദ ചൈൽഡ് ബിലീവ്സ് ദ മൂൺ എന്താണ്, സ്മൈൽസ് ഡൗൺ അറ്റ് അസ്, എന്താണ് സ്മൈൽ ചെയ്യുന്ന, മൂൺ സ്മൈൽ ചെയ്യുന്നു എന്നൊരു രീതി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ സ്മൈലിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊരു കഴിവാണ്, അത് ഹ്യൂമനുള്ള ഒരു കഴിവാണ്. അപ്പോൾ അതൊരു പേഴ്സോണിഫിക്കേഷനാണ് നമുക്ക് കാണാം. പിന്നെ സിമിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ, സിമിലി നമുക്കറിയാം ആസ് ഓർ ലൈക്ക് വെച്ച് ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളത്. ഇവിടെ ഡയറക്റ്റായിട്ട് ഒന്നിനെയും പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇൻഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മദറിനെ എന്തുപോലെ ഒരു മൂണുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ ഇതും കൂടെയൊക്കെ ഒന്ന് എഴുതുന്നത് കുറച്ചുകൂടി എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഒരു ഐറണി വരുന്നുണ്ട്, അതായത് ഒരു എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലൊരു കോൺട്രാസ്റ്റ്, ഒരു വൈരുദ്ധ്യം. റിയാലിറ്റി, ആ ഒരു ഡാഡായുടെ ഒരു റിയാലിറ്റിയും അതുപോലെ എന്താണ് കുട്ടിയുടെ ഒരു എക്സ്പെക്റ്റേഷനും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതും ഇവിടുത്തെ ഒരു മേജറായിട്ടുള്ളൊരു ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഓക്കെ, പിന്നെ അതൊരു കോൺവെർസേഷണൽ സ്റ്റൈലാണ്, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് എന്നെനിക്ക് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ ലൈൻ ടു ലൈൻ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.